നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടിത്തറ കോക്കാട് വീട്ടിൽ നിന്ന് സ്കൂട്ടർ മോഷ്ടിച്ചതിനു ശേഷം വാഹനം നശിപ്പിച്ച നിലയിൽ തിരികെ കൊണ്ടുവച്ചതായി പരാതി. കോക്കാട് സ്വദേശിയായ അനന്തന്റെ ഉടമസ്ഥതയിലുള്ള ഹീറോ പ്ലഷർ സ്കൂട്ടറാണ് 16-ാം തീയതി ഞായറാഴ്ച വീട്ടിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടത്. തുടർന്ന് 7 ദിവസത്തിനു ശേഷം വണ്ടിയുടെ പ്രധാന ഭാഗങ്ങൾ നശിപ്പിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കുകയായിരുന്നു. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് പറിച്ചെടുത്ത നിലയിലാണ് വാഹനം തിരികെ കൊണ്ടുവച്ചത്. വാഹനത്തിന്റെ മുൻഭാഗം പൊളിച്ച് ബാറ്ററിയിൽ കണക്ഷൻ കൊടുത്താണ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് സംശയം. പട്ടാമ്പിയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. ഞാങ്ങാട്ടിരി സ്വദേശി 10ാം ക്ലാസ്സുകാരൻ ജംസി റിയാസാണ് മരിച്ചത്. ശുചിമുറിയിൽ നിന്നുമായിരുന്നു ഷോക്കേറ്റത്. കഴിഞ്ഞ ദിവസമാണ് കുളിമുറിയിൽ നിന്നും ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചത്. മേലെ പട്ടാമ്പി കോളേജ് സ്ട്രീറ്റിൽ താമസിക്കുന്ന ഞാങ്ങാട്ടിരി പിണ്ണാക്കുംപറമ്പിൽ മുഹമ്മദ് റിയാസുദ്ദീന്റെയും ഷാഹിദിന്റെയും മകൻ ജസീം റിയാസാണ് മരിച്ചത്. 15 വയസ്സാണ്. കൊണ്ടൂർക്കര മൗണ്ട് ഹിറ ഇംഗ്ലീഷ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മാതാവിനൊപ്പം പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് സമീപത്തുള്ള വാടക ക്വാർട്ടേഴ്സിലാണ് ഇവർ താമസിക്കുന്നത്. കുളിക്കുന്നതിനിടയിൽ കുളിമുറിയിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഉടൻ തന്നെ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ഉച്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പോലീസ്, ഫോറൻസിക് വിഭാഗം എന്നിവരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃത്താല മേഖലാ വാർഷിക സമ്മേളനം ചാത്തന്നൂർ GLP സ്കൂളിൽ നടന്നു. സർക്കാർ അന്ധവിശ്വാസ നിരോധന നിയമം നടപ്പിലാക്കുക, ദേശീയപാത വികസനത്തിന്റെ മറവിൽ തൃത്താല മണ്ഡലത്തിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന മണ്ണെടുപ്പ്, കുന്നിടിക്കൽ എന്നിവ അവസാനിപ്പിക്കുക, മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക തുടങ്ങിയ പ്രമേയങ്ങളോടെയാണ് സമ്മേളനം നടത്തിയത്. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ ഉദ്ഘാടനം ചെയ്തു. തൃത്താല മേഖലാ പ്രസിഡന്റ് MK കൃഷ്ണൻ അധ്യക്ഷനായി. കേരള സമൂഹവും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് TK മഞ്ജു പ്രഭാഷണം നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K രാമചന്ദ്രൻ മുഖ്യപ്രഭാഷകനായി. മേഖലാ സെക്രട്ടറി MV രാജൻ, സംഘടക സമിതി ചെയർമാൻ TP സലാം, സേതു ആനക്കര, TR രവികുമാർ, VM രാജീവ്, K രാമചന്ദ്രൻ, പുഗസ സെക്രട്ടറി K ജനാർദ്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് വൈദ്യുതിയും ഊർജ്ജവും ലഭിക്കുന്ന ശാസ്ത്രവസ്തുക്കളുടെ പ്രദർശനം, ശാസ്ത്ര വിജ്ഞാന ക്ലാസുകൾ, പുസ്തക പ്രചാരണം, വിദ്യാഭ്യാസ സെമിനാറുകൾ, സോപ്പ് നിർമ്മാണ പരിശീലനങ്ങൾ, തുണിസഞ്ചി നിർമ്മാണ പരിശീലനം, ശാസ്ത്ര സംഗീത സദസ്സുകൾ, ബാലവേദി ക്ലാസുകൾ, വിജ്ഞാനോത്സവ ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി MV രാജൻ പ്രസിഡന്റ്, KA ശ്രീദേവി വൈസ് പ്രസിഡന്റ്, PM ഹരീശ്വരൻ സെക്രട്ടറി, PV ജലീൽ ജോയിന്റ് സെക്രട്ടറി, KA രവികുമാർ ഖജാൻജി എന്നിവരെയും തെരഞ്ഞെടുത്തു. ആഞ്ഞറിയാനുള്ള ബോംബുണ്ടാക്കരുതെന്ന് പറയാൻ അവസരം കിട്ടിയില്ല. പെട്രോളിനെ കുറിച്ചും മണ്ണെണ്ണയെ കുറിച്ചും ഭൂമിശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും വാശിയോടെ പഠിപ്പിച്ചു. പ്രാണനെ പച്ചയ്ക്ക് കത്തിക്കാനുള്ളതല്ല അതെന്ന് താക്കീത് നൽകാൻ നേരം കിട്ടിയില്ല. ഭാരിച്ച സിലബസിന്റെ പിന്നാലെ മരണപ്പാച്ചിൽ പാഞ്ഞിട്ടും ചോദ്യവും ഉത്തരവും ക്ലാസ്സിന് പുറത്താണ്. ഇത് മാഷന്മാർക്ക് മാത്രമൊന്നല്ല, സമൂഹത്തിന് മൊത്തം വേണ്ടി അദ്ദേഹം എഴുതിയത് തന്നെയാണ്. അത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട അതിവേണ്ടി കാര്യമാണ്. പക്ഷെ ഏറ്റവും ശ്രദ്ധേയമായി ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ചർച്ചയിലും പിന്നെ മറ്റൊരു ക്ലാസ്സിലൊക്കെ വന്ന നമ്മളിപ്പോ നിരന്തരമായി ഗവൺമെന്റ് ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. വിപത്താണ്, ദിവസവും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് ലഹരി. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം റീസെന്റായി എഴുതിയൊരു കവിതയാണ്. കവിതയുടെ പേര് പോയത്തക്കാരുടെ പോയട്രി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പല പ്രവർത്തനങ്ങളും ഇവിടെ ശാസ്ത്രത്തിനും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ പ്രദേശത്തിനും നമ്മുടെ ലോകത്തിനും ഒക്കെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സുദാർഘമായ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഞാൻ ആളല്ല. എത്രയോ മഹത് വ്യക്തികൾ ഇവിടെ ഇരിക്കുന്നു. ഒരു ഔപചാരികത്തിന് ഉദ്ഘാടനം എന്ന മാത്രത്തിൽ മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. എന്തായാലും വലിയ സന്തോഷത്തോടു കൂടി നമ്മുടെ പ്രദേശത്ത് ഇത്രയും മാന്യ വ്യക്തികൾ ഒത്തുകൂടി നമ്മുടെ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ശാസ്ത്രത്തെക്കുറിച്ചും മറ്റു മാനസിക ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രദേശം ഉൾപ്പെടുത്തി എന്നുള്ളൊരു സന്തോഷം മാത്രം അറിയിച്ചുകൊണ്ട് വിശദമായ കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കാൻ ആളല്ല എന്നുള്ളത് കൊണ്ടും ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. തളി കച്ചേരി മെമ്പേഴ്സിന്റെ നേതൃത്വത്തിൽ റോസ് ഗാർഡൻ ഇംഗ്ലീഷ് സ്കൂളിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. തളി മഹല് ഖത്തീബ് മുഫീദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഷിഹാബ് റഹ്മാനി അധ്യക്ഷത വഹിച്ചു. മജീദ് ബാക്കവി തളി മുഖ്യപ്രഭാഷണം നടത്തി. വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു, റോസ് ഗാർഡൻ സ്കൂൾ പ്രിൻസിപ്പൽ സുകുമാഷ്, മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് VU നാസർ, പഞ്ചായത്ത് അംഗങ്ങളായ വീരേന്ദ്രൻ, CB അബൂബക്കർ, കൺവീനർ അബ്ദുറൌഫ് എന്നിവർ സംസാരിച്ചു.
ചടങ്ങിൽ കോഴിക്കോട് മർക്കസിൽ നിന്ന് ഖുർആൻ മനഃപ്പാഠമാക്കിയ മുഹമ്മദ് മുഹസിൻ, മുഹമ്മദ് ഫർസിൻ എന്നിവരെ ആദരിച്ചു. വിശുദ്ധ റമദാനിന്റെ 22ാം ദിവസത്തിലെ നോമ്പ് തുറയ്ക്ക് വേണ്ടി, സൗഹാർദ്ദ സംഗമത്തിന് വേണ്ടി, സൗഹാർദ്ദ ഇഫ്താറിന് വേണ്ടിയാണ് നാം എല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഈ ഒത്തുകൂടലിനെ നാഥൻ സ്വീകരിക്കട്ടെ. പ്രവാചകർ പറയുകയുണ്ടായി, നിങ്ങളുടെ മനുഷ്യ ശരീരത്തിൻ്റെ നിങ്ങളുടെ ഏറ്റവും വലിയ മനോഹരമായ അവയവം, ഓർഗൻ ഏതാണെന്ന് വെച്ചാൽ അത് മനുഷ്യൻ്റെ ഹൃദയമാണ്. മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ 70 പ്രാവശ്യം മിടിക്കുകയും ഒരു ദിവസത്തിൽ 10,000 തവണ മിടിക്കുകയും, അങ്ങനെ കുട്ടിയായിരിക്കുമ്പോൾ, ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ മുതൽ അവൻ്റെ ആയുസ് മനുഷ്യന് പുരോഗതി നൽകാൻ കഴിയും എന്ന് ഒരു മനുഷ്യനെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനാണ് പരിശുദ്ധമായ റമദാൻ നമ്മെ നയിക്കുന്നത്, പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സ്വന്തമായി നിയന്ത്രിക്കാൻ കഴിവ് നൽകിയിട്ടുള്ളത് ഏതാനും ചില അവയവങ്ങളിൽ മാത്രമാണ്. നമ്മളൊന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ജഗന്നിയതാവായ റബ്ബ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് കഴിഞ്ഞു, ആ കാഴ്ചയെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കൊപ്പത്ത് നടന്നു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എ സാബിറ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് കൊപ്പത്ത് വെച്ച് നടന്നത്. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായായിരുന്നു പരിപാടി. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യ കേരളം, സാമൂഹ്യാരോഗ്യ കേന്ദ്രം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ദിനാചരണങ്ങൾ ഓരോന്നും നമ്മൾ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ആചരിക്കുമ്പോൾ നമ്മളൊക്കെ ഓർമ്മപ്പെടുത്തലുകളാണ്. എന്താണ് ഈ അസുഖം, ഇന്നത്തെ അവസ്ഥ എന്താണ്, എന്തായിരുന്നു മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്നുള്ളൊരു വിശകലനം ചെയ്യലും ഇന്നും നമ്മൾ ജാഗ്രതയോടുകൂടി ക്ഷയരോഗത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇത്തരത്തിലുള്ള ദിനാചരണങ്ങളിൽ നമ്മൾ ഒന്നുകൂടെ ഓർത്തെടുക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ നാൾക്ക് മുമ്പ് തന്നെ ക്ഷയരോഗ നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികളും പ്രതിരോധ പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചെങ്കിലും ഇപ്പോഴും വളരെ വലിയൊരു വില്ലനായിട്ട് മരണത്തിൽ മുന്നിൽ നിൽക്കുന്ന പകർച്ചവ്യാധികളിൽ ഏറ്റവും മുന്നിൽ അല്ലെങ്കിൽ 2ാമതോ 3ാമതോ ആയിട്ട് ഇന്നും ക്ഷയരോഗം നിലനിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഇനിയും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ TB ഓഫീസർ ഹരിദാസൻ സി വിഷയാവതരണം നടത്തി. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അവാർഡ് വിതരണം ചെയ്തു. പാലക്കാട് ഡെപ്യൂട്ടി DMO അഹമ്മദ് അഫ്സൽ KP, കൊപ്പം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല, തിരുവേഗപ്പുറ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാപ്പു മാസ്റ്റർ, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുക്കുട്ടി ഇടത്തോൾ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് മെമ്പർ വേലായുധൻ, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ കാവ്യ കരുണാകരൻ, കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ലീന കുമാരി, TB അസോസിയേഷൻ വൈസ് ചെയർമാൻ കിദർ മുഹമ്മദ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഗിരീഷ് കുമാർ RP, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ രജിത PP, അംഗൻവാടി വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ നാടകവും മൈമും ഉണ്ടായിരുന്നു. വല്ലപ്പുഴ പിഷാരിക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ നവാഹ പ്രതിഷ്ഠാദിന ഉത്സവം മാർച്ച് 26 മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വള്ളുവനാട്ടിലെ ചോറ്റാനിക്കാര ക്ഷേത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വല്ലപ്പുഴ പിഷാരക്കൽ ദുർഗാഭഗവതി ക്ഷേത്രത്തിലെ നവാഹ പ്രതിഷ്ഠാദിന മഹോത്സവമാണ് മാർച്ച് 26 മുതൽ ഏപ്രിൽ 6 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടെ നടത്തുന്നത്. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാമൂതിരി കോവിലകത്തിൻ്റെ അധീനതയിലായിരുന്നു ക്ഷേത്രം. പക്ഷെ കാലക്രമേണ സാമൂതിരി കോവിലകം വല്ലപ്പുഴ മനക്കാർ, വല്ലപ്പുഴ മന എന്ന് പറയുമ്പോൾ വളരെ പ്രശസ്തമായ മനയാണ്. ആ വല്ലപ്പുഴ മനക്കാർ വടക്കിനിയടുത്ത് കിരാങ്ങാട് മനക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇന്ന് വല്ലപ്പുഴയിലെ 5 ക്ഷേത്രങ്ങൾ വല്ലപ്പുഴ കിരാങ്ങാട് മനക്കാരുടെ കീഴിലുണ്ട്. ഇപ്പോൾ അവർ ഒല്ലൂരാണ് താമസം. ശ്രീ ഷജിത് നമ്പൂതിരിപ്പാട് ചാർട്ടേഡ് അക്കൗണ്ട് തൃശ്ശൂർ, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ 5 അമ്പലങ്ങളുള്ളത്. അതിലെ പിഷാരിക്കൽ ദുർഗാഭഗവതി ക്ഷേത്രം, കാർത്തിയാനി ഭഗവതി ക്ഷേത്രം, അതുപോലെ പേങ്ങോട്ടാവ് ശിവക്ഷേത്രം, വേനൂര് ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം, അതുപോലെ കൂളത്ത് ശിവക്ഷേത്രം.
അതിലേറ്റവും പ്രാമുഖ്യമുള്ള ഒരു ക്ഷേത്രമാണ് ഷാരിക്കൽ ദുർഗാഭോജ ക്ഷേത്രം. മൂകാംബികാ ദേവിയുടെ അതേ സങ്കല്പമാണ്. 3 നേരം ആണ് ആരാധന സമ്പ്രദായങ്ങളൊക്കെ ശീലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. വലിയ ക്ഷേത്രമായിരുന്നു. പതിറ്റാണ്ടുകൾക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപാട് വലിയ ഉത്സവങ്ങളും 3 കുളങ്ങൾ അന്ന് ക്ഷേത്രത്തിനുണ്ടായിരുന്നു. ഏതാണ്ട് 10 ഒരുപാട് ആനകളൊക്കെ ഉള്ള ആറാട്ടം നടത്തിയിരുന്നു. ക്ഷേത്രത്തിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ദേവി ഭാഗവത നവാഹവും 3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവമാണ് കൊണ്ടാടുന്നത്. ആറ്റൂർ നാരായണൻകുട്ടിയാണ് ഭാഗവതാചാര്യൻ. പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കരിയന്നൂർ മന ഭവത്രാജൻ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിക്കും. 11 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും ചുറ്റുവിളക്ക് ഉണ്ടായിരിക്കും. ഏപ്രിൽ 6-ന് തായമ്പുക, ഗജവീരന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് തുടങ്ങിയ ചടങ്ങുകളും നടക്കും. വല്ലപ്പുഴ മാട്ടായ പിഷാരിക്കൽ അമ്പലത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം 9 ദിവസം നീളുന്ന ദേവി ഭാഗവത നവാഹത്തോടുകൂടി 26-ാം തീയതി വൈകുന്നേരത്തോടുകൂടി ആരംഭിക്കുകയാണ്. ആചാര്യൻ ഭാഗവത രത്നം ശ്രീ ആറ്റൂർ നാരായണൻകുട്ടി അവർകളാണ്. പ്രതിഷ്ഠാദിന മഹോത്സവം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരിയന്നൂർ മന ഭവത്രാജൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ആണ് നടക്കുന്നത്. 11 ദിവസം നീളുന്ന പരിപാടിയിൽ 3 നേരം രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം 4 മണി അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ദിവസവും ചുറ്റുവിളക്ക് ഉണ്ടായിരിക്കുന്നതാണ്. മാർച്ച് മാസം 31 മുതൽ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. 31-ന് ഭക്തിഗാനസുധ ശ്രീമതി ഷീജ നമ്പൂതിരി അവതരിപ്പിക്കും. ഏപ്രിൽ 1 ചൊവ്വ നൃത്യങ്ങൾ. ഏപ്രിൽ 2, 3 ബുധൻ, വ്യാഴം തിരുവാതിര കളികൾ, സംഗീതാരാധന. ഏപ്രിൽ 4 വൈകിട്ട് 7 മണിക്ക് സംഗീതാർച്ചന. ഏപ്രിൽ 5 7 മണിക്ക് ഗാനമേള. ഏപ്രിൽ 6 2 നേരം പഞ്ചവാദ്യവും. 26-ന് വൈകുന്നേരം 3 മണിക്ക് ലളിത സഹസ്ര പാരായണത്തോടുകൂടി സർവേശ്വര വിളക്ക് പൂജ ഉണ്ടായിരിക്കും. രാജു സാമ്പ്രിക്കലാണ് ആചാര്യൻ. വൈകുന്നേരം 4:30-ന് ആചാര്യ സ്വീകരണവും നടക്കും. തുറന്നു നടക്കുന്ന ചടങ്ങിൽ പാഞ്ഞാൾ തോട്ടത്തിൽ മന കുട്ടൻ തിരുമേനി പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ വീരൻ പ്രസാദ് മുഖ്യാതിഥിയാകും. മറ്റു വിശിഷ്ട വ്യക്തികളും ചടങ്ങിൽ സന്നിഹിതരാകുമെന്നും സംഘാടകർ പറഞ്ഞു. എല്ലാ ദിവസവും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പുത്തംവീട്ടിൽ ഗോപാലകൃഷ്ണൻ നായർ, ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ OP പുരുഷോത്തമൻ, സെക്രട്ടറി A രമേഷ് കുമാർ, ഗജാൻജി K ഗംഗാധരൻ, കമ്മിറ്റി അംഗം ശശി കണ്ണന്തൊടി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കാൽനൂറ്റാണ്ട് പിന്നിട്ട് ചാലിശ്ശേരി മുക്കൂട്ട സൗഹൃദ കൂട്ടായ്മയുടെ സമൂഹ നോമ്പുതുറ. മുക്കൂട്ട കമ്പനിപ്പടി MMS ഓഡിറ്റോറിയത്തിൽ നടന്ന നോമ്പുതുറയിൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, ബാബു നാസർ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. എക്സിക്യൂട്ടീവ് ഭാരവാഹികളായ KS ഷിബിൻ, AM നൌഷാദ്, MVM കുഞ്ഞുട്ടി, TR റസാഖ്, മജീദ് തച്ചറായിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. എല്ലാവരും കൂടിയിട്ട് ഒറ്റക്കെട്ടായി ഏറ്റെടുക്കുന്ന ഒരു 25 വർഷം നീണ്ടു നിന്ന ഈ ഒരു ചടങ്ങ് ഗംഭീരമായി നടന്നു വരുന്നത്. ഇതുതന്നെയാണ് ഇവിടെ വിപുലമായ പെരുന്നാളായ പള്ളിപ്പെരുന്നാളുകളാകുന്ന എല്ലാം ഒത്തൊരുമയോടുകൂടി ആഘോഷിക്കുക എന്ന് തന്നെയാണ്. അത് വിളക്കിനാണെങ്കിലും എല്ലാവരും ഈ ഒരു ഇവിടെ ഉണ്ട്. ഈ ഒരു സൗഹാർദ്ദം എന്ന് നിലനിൽക്കുക അത് തന്നെയാണ് ഈ കൂട്ടായ്മ എല്ലാ വർഷവും നടത്തിവരുന്ന സമൂഹ നോമ്പുതുറയാണ്. ഈ വർഷത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം 25 വർഷം മുക്കൂട്ടയിലെ സാധാരണക്കാരായ ജനങ്ങൾ വലിയ ആവേശത്തോടു കൂടി ഏറ്റെടുക്കുന്ന ഒരു മതസൗഹാർദ്ദ ചടങ്ങ് കൂടിയാണ് ഈ നോമ്പുതുറ. ഈ നോമ്പുതുറയ്ക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാ മനുഷ്യരും ഒരമ്മ പെറ്റ മക്കളെ പോലെ. 10ാം ക്ലാസ് വിദ്യാർത്ഥി ബാത്റൂമിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചു. മേലെ പട്ടാമ്പി കോളേജ് സ്ട്രീറ്റിൽ താമസിക്കുന്ന ഞാങ്ങാട്ടിരി പിണ്ണാക്കുംപറമ്പിൽ മുഹമ്മദ് റിയാസുദ്ദീൻ്റെയും റാഷിദയുടെയും ഏക മകൻ 15 വയസ്സുള്ള ജാസിം റിയാസാണ് മരിച്ചത്. കൊണ്ടൂർക്കര മൗണ്ട് ഹിറ സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഉച്ചയ്ക്ക് കുളിക്കുമ്പോൾ കുളിമുറിയിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു. ഉടൻ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇതോടെ നിളവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.